ഇതെന്നാ ആശാനെ തൂങ്ങിക്കിടക്കുന്നേ? അത് നിന്റെ തന്റെ സുധാകരന്റെ ആനപ്പിടുക്ക ഓടി കഴിവര്. ഇത് കുമ്പളങ്ങല്ല ആശാനെ. കുമ്പളങ്ങ പെരപ്പുറത്ത് കയറ്റിയ കുടുംബം മുടിയെന്ന കാരണന്മാര് പറയുന്നേ. കാരണവന്മാർ അങ്ങനെ പല തന്തയില്ലാത്ത തരം പറയും. ഈ കണ്ട കുമ്പളങ്ങയെല്ലാം നിലത്ത് കിടന്ന് കാച്ചോണ്ടാണല്ലോ ഞാനിപ്പോ കോടീശ്വരനായിട്ടിരിക്കുന്നത്. ദേ കണ്ടില്ലേ എന്റെ തന്ത കോടിന് വേണ്ടി ക്ഷീണിച്ചിരിക്കുക. ശകല നേരം എഴുന്നേറ്റ് പോയി വിശ്രമിക്കാൻ മേലായിരുന്നോ തന്തേ? നിന്നെ എന്ന് കണ്ടോ അന്ന് തൊട്ട് ഞാൻ മുടിയാൻ തുടങ്ങിയതാ. പിന്നെ അതിനു മുമ്പ് നിങ്ങൾ അംബാനി ആയിരുന്നല്ലോ. നിന്റെ തലവട്ട ഒന്ന് കണ്ടോ അന്ന് തൊട്ട് ഞാൻ ഊമ്പാനിയായിട്ട് മാറി. വെറുതെ അല്ല ഊമ്പിക്കൊണ്ടിരിക്കുന്നെ. അച്ഛനൂമ്പി കൈതോടെ പോവും മോനെ. എന്റെ അപ്പനെ കൈതോറാന്ന് വിളിച്ചോണ്ടല്ലോ. ആശാന്റെ അപ്പനാന്ന് ഞാൻ നോക്കൂല. 7 കുമ്പളങ്ങ വിറ്റ് കോടീശ്വരനായ എന്റെ അപ്പനെ തെറി പറഞ്ഞാലുണ്ടല്ലോ. പെരപ്പുറത്ത് 4 എണ്ണം, താഴെ 3 എണ്ണം. തൊലിഞ്ഞ ബിസിനസ്. ആശാനെ ആരെങ്കിലും കുനിപ്പിച്ച് 2 എണ്ണം അടിക്കണ്ടേ? അപ്പന്റെ കുമ്പളങ്ങ വെട്ടി എക്സ്പോർട്ട് ചെയ്താലും അത് വെട്ടി അപ്പം തട്ടിപ്പോയില്ല ആശാനെ. അത് കൊടുത്ത വല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ടോ? എടാ അതല്ലടാ കാറ്റാടി ഫുണ്ടായി. അപ്പന്റെ ഈ കുമ്പളങ്ങ വെട്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞേ രാജാന്റെ കടയിലോട്ട്. അത് നല്ല ഐഡിയ ആശാനെ. അപ്പന് വേറെ എന്തെങ്കിലും വെട്ടി വെക്കാനുണ്ടോ? എവിടുന്ന്? അപ്പൂപ്പന്റെ കപ്പളം വരെ വെട്ടി കുടിച്ച മനുഷ്യനാ. കുനിഞ്ഞു നിന്ന സകലതും വെട്ടിവെക്കും.